ഹലോ, ഇന്ന് നമ്മൾ അതിൻ്റെ അകത്തൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നമുക്ക് ബയോഫ്ലോക്ക് ടാങ്ക് റീയൂസ് ചെയ്യണോ അതോ നമ്മുടെ പുതിയ പടുതാക്കുളം ഉണ്ടാക്കണോ എന്നുള്ളത്. നമ്മൾ പടുതാക്കുളത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും മെറ്റീരിയൽസ് എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കല്ല് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ പടുത നമ്മൾ ഓർഡർ ചെയ്തു. അത് രണ്ടാമത്തെ തവണ ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ അവരുടെ സൈഡിൽ നിന്ന് ക്യാൻസലായി. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു തീരുമാനം എടുത്തു. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ബയോഫ്ലോക്ക് ടാങ്ക് തന്നെ റീയൂസ് ചെയ്യാമെന്ന്. 4 ഡയമീറ്ററിൻ്റെ ബയോഫ്ലോക്ക് ടാങ്ക് ഉള്ളപ്പോൾ എന്തുകൊണ്ട് നമ്മളൊരു പടുതാക്കുളത്തെക്കുറിച്ച് ആലോചിച്ചു എന്നുള്ളത് ഒരു ന്യായമായ ചോദ്യമാണ്. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ സ്പേസ് തന്നെയാണ്. നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് മാത്രമാണ് നമുക്ക് ഈ പടുതാക്കുളം വെക്കാനുള്ള സ്പേസ് ഉള്ളൂ. അത് ഒന്നാമത്തെ കാരണം. അപ്പോൾ അത്രയും സ്പേസ് കളയണ്ട എന്നുള്ളതാണ് ഒന്നാമത്തെ ചിന്ത. രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മളുടെ വീടിൻ്റെ പണി നടന്ന സമയത്ത് നമ്മളിത് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആ പണിക്കാർ നമ്മളുടെ ഒതുക്കി വെച്ചിരുന്ന സാധനം എടുത്തിട്ട് കോൺക്രീറ്റിൻ്റെ മുകളിൽ മൂടുന്ന സിറ്റുവേഷൻ ഉണ്ടായി. അങ്ങനെ അത് കുറേ സ്ഥലത്ത് കീറിയിട്ടുണ്ട്. 1-2 സ്ഥലത്തെങ്കിലും നല്ല രീതിയിൽ കീറിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒട്ടിക്കാതെ ഇനി ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ഒട്ടിച്ച് ഇത് ഉപയോഗിക്കാനായിട്ട് നമ്മളിത് വെച്ചാൽ അത് എത്ര കണ്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതും നമുക്ക് വലിയ ധാരണയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ മാറ്റി വെക്കാനുള്ള കാരണം. ഇന്ന് രാവിലെ തുടങ്ങിയ പണിയാണ്. നമ്മൾ എല്ലാം ഒന്ന് അടുക്കിയിട്ടുണ്ട്. അപ്പോൾ അടുക്കി അതിൻ്റെ സെൻറ്ററിലേക്കൊരു ഡ്രെയിനേജ് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇനി ഒതുക്കിയിരിക്കുന്നത്. മണലൊക്കെ വിരിച്ചിട്ടുണ്ട്. എല്ലാം ഓൾമോസ്റ്റ് സെറ്റാണ്. അടുത്തതായിട്ട് നമ്മൾ പടുതയെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഷീറ്റ് വിരിക്കുക എന്നുള്ളതാണ്. ഷീറ്റ് വിരിച്ചതിന് ശേഷം നമുക്ക് പടുത വിരിക്കണം. പടുത വിരിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.